Hi all, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഏരിയകളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മളുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ, നമ്മളുടെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പുതിയ ഷിപ്പിൻ്റെ ലോഞ്ചുകൾ, ദെൻ നമ്മളുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ, ഇതൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടാക്കി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ഡിഫൻസ് അപ്പോയിൻമെൻറ്റുകളാണ്. ടോപ്പ് ഡിഫൻസ് അപ്പോയിൻമെൻറ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന CDS എന്ന് പറയുന്നത്. 2019 മുതൽ മാത്രമുള്ള ഒരു പൊസിഷനാണ് ഈ CDS എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ആർമിക്ക് ഹെഡുണ്ട്, ഇന്ത്യൻ നേവിക്ക് ഹെഡുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ് ഹെഡുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ഹെഡ് വന്നാലോ അതാണ് ശരിക്കും CDS എന്ന് പറയുന്നത്, മിലിറ്ററി ഹെഡ് ഓഫ് ഇന്ത്യ. അതാണ് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ 2019 ഓഗസ്റ്റ് 15 നരേന്ദ്രമോദി ഒരു പൊസിഷൻ അനൗൺസ് ചെയ്തത്. ശരിക്കും ഇതനുസരിച്ച് 3 പേരെ ഇതുവരെ ആയിട്ടുള്ളൂ. അതിൽ ഒന്നാമത് ബിപിനാണ്, ജനറൽ ബിപിൻ റാവത്ത്. രണ്ടാമത് അനിൽ ചൗഹാൻ. മൂന്നാമതാണ് നമ്മുടെ NS രാജ സുബ്രഹ്മണ്യം. അപ്പം ബിപിൻ, അപ്പോൾ എന്താണ് CDS എന്ന് പറയുന്നത് 3 ലെറ്റർ ആണല്ലോ. അപ്പോൾ 3 പേര് CDS ആയിട്ടുള്ളവർ ബിപിൻ, അനിൽ, രാജ. ബിപിൻ, അനിൽ, രാജ. ഇനി അടുത്ത ഓർത്തു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്, CNSന്റെ, അതായത് നേവൽ സ്റ്റാഫിന്റെ മേധാവി അല്ലെങ്കിൽ ഹെഡ് ആരാണ്? അത് ശരിക്കും കൃഷ്ണ സ്വാമിനാഥനാണ്. ദിനേശ് കുമാർ ത്രിപാഠിക്ക് പകരമായിട്ടാണ് കൃഷ്ണ സ്വാമിനാഥൻ ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ദിനേശിന് പകരം കൃഷ്ണ, ദിനേശിന് പകരം ആര് വന്നു? കൃഷ്ണ വന്നു. ദെൻ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ്? അജയ് കൊച്ചാറാണ്. അജയ് കൊച്ചാരൻ എങ്ങനെ വന്നത്? സഞ്ജയ് വാസ്തിയാനെ മാറ്റിക്കൊണ്ടാണ് അജയ് കൊച്ചാർ വന്നേക്കുന്നത്. അപ്പം സഞ്ജയ് മാറി അജയ്, ദിനേശ് മാറി കൃഷ്ണ വന്നു, സഞ്ജയ് മാറി അജയ് വന്നു. ഇനി അടുത്തത് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ആണെങ്കിൽ മനോജ് മാറി ഉപേന്ദ്ര ദ്വിവേദി വന്നു. മനോജ് മാറി ഉപേന്ദ്ര ദ്വിവേദി വന്നു. ഇനി വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണെങ്കിൽ ആരാണ്? ധീരജാണ്. ഓർത്തു വെക്കുക, ധീരജാണ്. അത് പുഷ്പേന്ദ്ര സിംഗിന്റെ പുഷിങ്ങിൽ, ഓർത്തു വെക്കുക, പുഷ്പേന്ദ്ര സിംഗിനെ പുഷ് ചെയ്ത് ധീരജ് വന്നു. ധീരനായിട്ടുള്ള ധീരജ് വന്നു ഓർത്തു വെക്കുക. വൈസ് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് പുഷ്പേന്ദ്രനെ പുഷ് ചെയ്തുകൊണ്ട് ധീരജായിട്ടുള്ള ധീരൻ എന്ത് ചെയ്തു? കയറി ഓർത്തു വെക്കാം. അടുത്തത് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. ഓർത്തു വെക്കാം, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് സിംഗ് ആണ്. സിംഗ്, അപ്പൊ ഒറ്റ സിംഗേ ഉള്ളൂ. അപ്പൊ അമർപ്രീത് സിംഗ് ആണെന്നുള്ള കാര്യം, ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ആരാണ്? അമർപ്രീത് സിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി വൈസ് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് VCAS എന്ന് പറയുന്നത് ശരിക്കും കറന്റ് മഹേഷ് കപൂർ ആയിരുന്നു. അപ്പോൾ ഇത് ജൂലൈ 1 നമുക്ക് അത് വരാൻ സാധ്യതയില്ല. കാരണം നമുക്ക് അത് എക്സാം എന്തായാലും ആ ഒരു കയറി വരാൻ ചാൻസ് കുറവാണ്. ചോദിക്കുമ്പോൾ നമ്മളുടെ ഓപ്ഷനിൽ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന നാഗേഷ് കുമാർ പറ്റുപോയി, നാഗേഷ് കപൂർ. ഓർത്തു വെക്കാം, നാഗേഷ് കപൂർ. ഇപ്പം രണ്ടാമത്തെ നമ്മളുടെ ഈ അസ്തോഷ് ദീക്ഷിത് എന്ന് പറയുന്നത് ശരിക്കും ജൂലൈ 1 മുതലാണ് ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു അപ്പോയിൻമെന്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് വരാൻ ഒട്ടും സാധ്യതയില്ല, ഓർത്തു വെക്കാം. പക്ഷേ കൂടുതലും നമുക്ക് ചാൻസ് ഉള്ളത് നമ്മളുടെ ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു പേരെന്ന് പറയുന്നത് നാഗേഷ് കപൂർ ആയിരിക്കും. നാഗേഷ് കപൂർ ആണ് നമുക്ക് ചാൻസ് ഉള്ളൊരു പേര്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് CDS രാജ, CNS കൃഷ്ണ, ദെൻ CNSന്റെ വൈസ് VCNS ആണെങ്കിൽ അജയ്, ദെൻ അടുത്തത് നമ്മുടെ ആർമി സ്റ്റാഫിന്റെ ചീഫ് ആണെങ്കിൽ ഉപേന്ദ്ര, വൈസ് ആണെങ്കിൽ ധീരജ്, ദെൻ ചീഫ് ഓഫ് ദ എയർ ആണെങ്കിൽ എയറിൽ പോകുന്ന ആരാണ്? അമർ. ഇനി നാഗേഷ് ആണ് വൈസ് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ്. ഇതിന് അടുത്ത് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ടൂർണമെന്റും അതിന്റെ പ്രധാനപ്പെട്ട വിന്നേഴ്സും ആണ് നോക്കി പോകുന്നത്. ഒന്നാമത്തേത് ICC മെൻ T20 വേൾഡ് കപ്പ് 2026 ഇന്ത്യ കൊണ്ടുപോയി. ഓർത്തു വെക്കുക, ICC മെൻസ് T20 വേൾഡ് കപ്പ് കൊണ്ടുപോയത് നമ്മുടെ ഇന്ത്യ. സാഫ് അണ്ടർ 20 കൊണ്ടുപോയത് ബംഗ്ലാദേശ്. കൊണ്ടുപോയത് ആരാണ്? ബംഗ്ലാദേശ് കൊണ്ടുപോയി. രഞ്ജി ട്രോഫി ആദ്യമായിട്ട് കിട്ടിയ ഒരു സ്റ്റേറ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ. ഓർത്തു വെക്കാം, ജമ്മു ആൻഡ് കാശ്മീർ. രഞ്ജി ട്രോഫി കൊണ്ടുപോയത് ആരാണ്? ജമ്മു ആൻഡ് കാശ്മീർ കൊണ്ടുപോയി. ദെൻ വുമൻസ് പ്രീമിയർ ലീഗ് നമ്മളെല്ലാവരും പത്രത്തിലൊക്കെ കണ്ടാണ് WPL കൊണ്ടുപോയത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഓർത്തു വെക്കുക, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണോ? അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ കൊണ്ടുപോയിരിക്കുന്നത് ആരാണ്? നമ്മുടെ എലീന റൈബാക്കിന. ഓർത്തു വെക്കുക, എലീന റൈബാക്കിനെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ കൊണ്ടുപോയിരിക്കുന്നത്. അടുത്തത് ഓർത്തു വെക്കേണ്ടത് മാഡ്രിഡ് ഓപ്പൺ മെൻ സിംഗിൾ 2026 കൊണ്ടുപോയത് യാനിക് സിന്നറാണ്. ഓർത്തു വെക്കുക, മാഡ്രിഡ് ഓപ്പൺ മെൻ സിംഗിൾസ് കൊണ്ടുപോയിരിക്കുന്ന ആരാണ്? ജാനിക് സിന്നറാണ്. അടുത്തത് ഓർത്ത് വെക്കേണ്ടത് മെൻസ് അണ്ടർ 19 ODI വേൾഡ് കപ്പ് കൊണ്ടുപോയിരിക്കുന്ന ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ICC മെൻസ് T20യും മെൻസ് അണ്ടർ 19 ODI വേൾഡ് കപ്പ് 2026ഉം ഇന്ത്യക്ക്. ദെൻ സന്തോഷ് ട്രോഫി ആർക്കാണ്? സന്തോഷ് S ആണല്ലോ. അപ്പോൾ സർവീസ് സന്തോഷിന്റെ സർവീസ്. ഇനി ഖേലോ ഇന്ത്യ, അത് ശരിക്കും നമ്മളുടെ ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വിൻ ചെയ്തത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. അടുത്തത് വിജയ, അത് ഓർക്കുക, ഇന്ത്യൻ ആർമി ഖേലോ ഇന്ത്യ കൊണ്ടുപോയി. വിജയ് ഹസാര ട്രോഫിയും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വിജയ് ഹസാര അപ്പോൾ വിഭർഭ എന്ന് പറയുന്ന ടീമാണ്. അപ്പം ഓർത്ത് വെക്കുക, വിജയ് ഹസാര ട്രോഫി ആർക്കാണ്? വിഭർഭ.
വിജയ് ഹസാരെ, വിവർഭ. ദെൻ അടുത്തത് 95th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 95th ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അരോന്യക് ഘോഷാണ്. ഓർത്ത് വെക്കുക, 95th ഗ്രാൻഡ് മാസ്റ്റർ എന്ന് ചോദിച്ചാൽ അരോന്യക് ഘോഷാണ്. ഇനി ഇവിടെ തന്നെ ഞാനൊരു കുറച്ച് കാര്യം ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ഓർത്ത് വെക്കാം. 95th ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് അരോനിക് ഘോഷാണെങ്കിൽ 96 ഏതനാണ്. ഓർത്ത് വെക്കുക, 95th എന്ന് പറയുന്നത് അരോനിക് ആണെങ്കിൽ 96 ഏതനാണ്. ഇനി നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായി നേടിയ ഇന്ത്യക്കാരൻ നമ്മളുടെ പ്രജ്ഞാനന്ദയാണ്. മെസ്സി ഓഫ് ചെസ് എന്നറിയപ്പെടുന്ന ഫൗസ്റ്റീനോ ഒറോ ആണ്. ദെൻ ഫിഡെ വുമൺ ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരി വൈശാലി, പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ വൈശാലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നമുക്ക് ഓർത്ത് വെക്കണേ. 95th എന്ന് പറയുന്നത് അരോനിക്, ഓക്കെ. 96 ഏതൻ, അരോനിക്, ഏതൻ. ദെൻ നോർവേ നമ്മുടെ പ്രജ്ഞാനന്ദ. മെസ്സി ഓഫ് ചെസ് എന്നറിയപ്പെടുന്നത് ഫൗസ്റ്റീനോ ഓറോ. ഫിഡെ വുമൺ മാറി വൈശാലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് പ്രോ റെസ്ലിംഗ് ലീഗ് ആര് കൊണ്ടുപോയി? ഓർത്തു വെക്കുക, പ്രോ റെസ്ലിംഗ് ലീഗ് കൊണ്ടുപോയത് നമ്മളുടെ PWL ഹരിയാന തണ്ടേഴ്സ് ആണ്. ഹരിയാന തണ്ടേഴ്സ് ഓർത്തു വെക്കുക. പ്രോ റെസ്ലിംഗ് ലീഗ് നേടിയതാരാണ്? ഹരിയാന തണ്ടേഴ്സ്. ദെൻ അടുത്തത് സെയ്ദ് മുഷ്തഖ് അലി ട്രോഫി കൊണ്ടുപോയത് ജാർഖണ്ഡ്. ഓർത്തു വെക്കുക, സെയ്ദ് മുഷ്തഖ് അലി ട്രോഫി കൊണ്ടുപോയത് ആരാണ്? നമ്മുടെ ജാർഖണ്ഡാണ്. ദെൻ അടുത്തത് ഓർത്ത് വെക്കേണ്ടത് IPL ടൈറ്റിൽ 2026 ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? IPL ടൈറ്റിൽ 2026 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തന്നെ. അതിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു വുമൻസ് പ്രീമിയർ ലീഗ് WPL-ഉം IPL-ഉം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ICC മെൻസ് അണ്ടർ 19 ODI ഇന്ത്യ. ദെൻ അടുത്തത് ഓർത്ത് വെക്കേണ്ടത് നമ്മളുടെ ഊബർ കപ്പ് ബാഡ്മിൻ്റൺ ആണ്. ഓർത്ത് വെക്കുക, ഊബർ കപ്പ് ബാഡ്മിൻ്റൺ കൊണ്ടുപോയിരിക്കുന്നത് സൗത്ത് കൊറിയ. ഊബർ കപ്പ് ബാഡ്മിൻ്റൺ ആണെങ്കിൽ ആരാണ്? സൗത്ത് കൊറിയ അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണ കൊറിയ എന്ന് പറയും. തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ചൈന. ഓർത്ത് വെക്കണേ, തോമസ് കപ്പ് ബാഡ്മിൻ്റൺ ആണെങ്കിൽ ചൈന. അടുത്തത് ലാ ലിഗ എന്ന് പറഞ്ഞ അത് കൊണ്ടുപോയത് ബാഴ്സലോണ. അതാണ് ലാ ലിഗ 2025-26 ബാഴ്സലോണ. ദെൻ ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾസ് യാനിക് സെന്നർ ആണ്. ഓർത്ത് വെക്കുക, ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾസ് എന്ന് പറഞ്ഞ യാനിക് സെന്നർ ആണ്. ഇറ്റാലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ 2026 എന്ന് പറഞ്ഞ എലീന. ഓർത്ത് വെക്കുക, എലീന സോഡിലിന. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക, സോഡിലിന. ദെൻ അടുത്തത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആണെങ്കിൽ അതുകൊണ്ടത് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് പറഞ്ഞു, ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആണെങ്കിൽ അത് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ആണെന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എക്സാമിന് നമുക്കധികം സമയങ്ങളില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല. അപ്പോൾ കുറച്ച് നമ്മൾ വളരെ ഷോർട്ടാക്കി തന്നെ ഓർത്ത് വെക്കുക. ICC മെൻ T20 വേൾഡ് കപ്പ് ആണെങ്കിൽ ഇന്ത്യ. ദെൻ സാഫ് അണ്ടർ 20 ആണെങ്കിൽ ബംഗ്ലാദേശ്. രഞ്ജി ട്രോഫി ജമ്മു ആൻഡ് കാശ്മീർ ആദ്യമായിട്ടാണ് ഒരു ടൈറ്റിൽ കിട്ടുന്നത്. വുമൻസ് പ്രീമിയർ ലീഗ് WPL റോയൽ ചലഞ്ചേഴ്സ്. അതുപോലെ തന്നെ IPL ടൈറ്റിൽ കൊണ്ടുപോയിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ്. ഓസ്ട്രേലിയൻ ഓപ്പൺ എലീന. ദെൻ മാഡ്രിഡ് ഓപ്പൺ ആണെങ്കിൽ ജാനിക് സിന്നർ. മെൻസ് അണ്ടർ 19 ഇന്ത്യ. ദെൻ സന്തോഷ് ട്രോഫി സർവീസസ്. ഖേലോ ഇന്ത്യ ഇന്ത്യൻ ആർമി. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ആണെങ്കിൽ നമ്മുടെ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ദെൻ വിജയ് ഹസാരെ ഓർത്തോക്കാം VV ആണ്, വിവർഭ വിജയ്. ദെൻ 95th ഗ്രാൻഡ് മാസ്റ്റർ അരോനക്. ദെൻ അതുപോലെ തന്നെ 96 ഏതൻ, നോർവേ പ്രജ്ഞാനന്ദ. മെസ്സി ഓഫ് ചെസ് എന്നറിയപ്പെടുന്ന ഫൗസ്റ്റീനോ ഓറോ. ദെൻ ഫിഡെ വുമൺ വൈശാലി. ദെൻ പ്രോ റെസ്ലിംഗ് ലീഗ് ആണെങ്കിൽ ഹരിയാന തണ്ടേഴ്സ്. ദെൻ സെയ്ദ് മുഷ്തഖ് അലി ട്രോഫി ആണെങ്കിൽ ജാർഖണ്ഡിന്. IPL ടൈറ്റിൽ 2026 ആണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഊബർ കപ്പ് ബാഡ്മിന്റൺ 2026 സൗത്ത് കൊറിയ. തോമസ് കപ്പ് ബാഡ്മിന്റൺ 2026 ചൈന കൊണ്ടുപോയി. ലാ ലിഗ എന്ന് പറയുന്നത് ബാഴ്സലോണയാണ്. ദെൻ ഇറ്റാലിയൻ ഓപ്പൺ മെൻ സിംഗിൾ ആണെങ്കിൽ 2026 കൊണ്ടുവന്നത് ജാനിക് സിന്നർ ഇറ്റാലിയൻ. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇതിന്റെ കൂടുതൽ വിട്ടുപോയ 2 ഉണ്ട്, അത് ഓർത്ത് വെക്കേണ്ടത് നമ്മളുടെ ഫ്രഞ്ച് ഓപ്പൺ കൊണ്ടുപോയിരിക്കുന്ന ആരാണ്? അപ്പോൾ ഫ്രഞ്ച് ഓപ്പണിന്റെ മെൻ സിംഗിൾ ടൈറ്റിൽ ആണെങ്കിൽ അത് കൊണ്ടുവരിക്കുന്ന അലക്സാണ്ടർ ആണ്. ഓർത്ത് വെക്കാം, ജർമ്മനിയുടെ അലക്സാണ്ടർ. ഫ്രഞ്ചിൽ ഓർത്ത് വെക്കാം, ഫ്രഞ്ച് ഓപ്പൺ ഇങ്ങനെ ഓർത്ത് വെക്കാം. ഫ്രഞ്ച് ഓപ്പണിലെ 2 പേര് വുമണും മെന്നും ഓർത്ത് വെക്കണം. ഫ്രഞ്ച് ഓപ്പണിൽ അലക്സാണ്ടറും ആരൊക്കെയാണ്? അലക്സാണ്ടറും മിറ. ഓർത്ത് വെക്കാം, അലക്സാണ്ടറും മിറ. ചോദിക്കാൻ അധികം സാധ്യതയില്ല, കാരണം അടുത്തിടെ നടന്നാണ്. എന്നാലും ഓർത്ത് വെക്കുക, ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത് 2 പേരാണ്, അലക്സാണ്ടറും മിറെ. ഓർത്ത് വെക്കണം, ഫ്രഞ്ച് ഓപ്പൺ കൊണ്ടുവരിക്കുന്നത് അലക്സാണ്ടറും മിറെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ സാറ്റർഡേ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ലൈവ് സെക്ഷൻ രാവിലെ ഉണ്ടാവും, ഞാൻ ഇട്ട് തരാം. അപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന ലൈവിൻ്റെ ഞാൻ ഇട്ട് തരാം. ഇപ്പം നമുക്ക് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഒത്തിരി ഒരു നമ്മളിങ്ങനെ ബോർഡർ ലൈനൊക്കെ നിൽക്കുന്നവരൊക്കെ സംബന്ധിച്ചോളം ഉറപ്പായിട്ട് നിങ്ങൾ കയറി പോകും അത് വെച്ചിട്ടൊക്കെ. അപ്പം ഉറപ്പായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ കൂടെ ഉറപ്പായിട്ട് നോക്കണേ. ഓക്കെ,
നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സാറ്റർഡേ ഒരു സെക്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു റിവിഷനായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത് നമ്മൾ ഓർത്തിരിക്കുന്നത്, നിങ്ങൾ അടുത്ത തവണത്തേക്ക് ആരെങ്കിലും നല്ല രീതിയിലൊരു സെറ്റ് പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമി നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പേപ്പർ 1 ആണെങ്കിലും സെക്കൻഡ് പേപ്പർ ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊരു കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. അതും ഏറ്റവും ചെറിയൊരു ഫീസിൽ. നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് റിവ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ഗൂഗിൾ റിവ്യൂ നോക്കിയാലും അറിയാം. ഒരുപാട് പേര് പലയിടത്ത് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഒരു രക്ഷയും ഇല്ലാതെ ബുദ്ധിമുട്ടി നടന്നിട്ട് അവസാനം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഹൈംസിൽ കോച്ചിങ് എടുത്ത് സെറ്റ് പാസ്സായി ഇഷ്ടം പോലെ കുട്ടികളുടെ ടെസ്റ്റ് മണി നമ്മളുടെ റിവ്യൂസിലേക്ക് കിടപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ വളരെ ജെന്യുവനായിട്ട് 100% ആത്മാർത്ഥതയോടെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്ന് ആപ്പിൽ കുറേ ക്ലാസ്സുകൾ ഇട്ട് പോവല്ല. ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് റിവിഷൻ ഒരു 3 തവണയെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങളെ ആക്കുന്ന രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആക്കി നമ്മളെ വിടും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഏറ്റവും ചെറിയൊരു ഫീസിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹൈംസ് അക്കാഡമി നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കും. കാരണം അത്രയും ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്ത് എടുക്കണം. നമുക്കൊരു 100% ഗ്യാരണ്ടി ഉണ്ട് ഇതിനകത്ത്. കാരണം അത്രയും ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് നമ്മളുടെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക്